മലയാളികളടക്കം ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. എന്തായാലും ആ തരത്തിലുള്ള വിവരങ്ങളോ അറിയിപ്പുകളോ ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. അവിടെ രക്ഷാദൗത്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറിലാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലാണ് മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ഒരു ഗ്രാമം തന്നെ ഒന്നാകെ ഒലിച്ചുപോയിരിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്, നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ രക്ഷാദൗത്യം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് SDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അവിടേക്ക് കൂടുതൽ ദൗത്യസംഘം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ രക്ഷാദൗത്യ സംഘം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും ഈ ഇങ്ങനെ വെള്ളം ഇരച്ചെത്തിയതുകൊണ്ട്, ചെളിയും വലിയ പാറക്കെട്ടുകളുമൊക്കെ ഒഴുകിയെത്തിയതുകൊണ്ട് രക്ഷാദൗത്യത്തിന് അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട്. എങ്കിലും അത് മറികടക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ, ജില്ലാ ഭരണകൂടത്തിൻ്റെ, പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു. അതൊരു വിനോദസഞ്ചാര മേഖലയാണ്, ഈ ഹോം സ്റ്റേ ഒക്കെ പ്രവർത്തിക്കുന്ന ഇടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ദിനേശൻ പങ്കുവച്ച വിവരം. ആരൊക്കെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരശേഖരണം അത് പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോഴൊരു വ്യക്തതയിലേക്ക് എത്തുക വയ്യ. എങ്കിലും ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 25-ലധികം ഹോട്ടലുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ദുരന്തത്തിൽ, വലിയ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. സാധ്യമായ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് രക്ഷാദൗത്യത്തിനായി ഒരുക്കുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമായി പുറത്തു വന്നത്. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ മലയാളി സമാജത്തിൻ്റെ പ്രതിനിധിയോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന അതൊരു വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഹോം സ്റ്റേകളൊക്കെയാണ് അധികമായും പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അതിലൊക്കെയുള്ള കെട്ടിടങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് വിനീത? ഇപ്പോഴവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ മേഖലകളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ വലിയ കുന്നിൻ ചെരുവിൽ നിന്നും വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചെത്തുകയാണ്. ആ വെള്ളത്തിൽ, ആ വെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ കുറേയധികം കെട്ടിടങ്ങൾ, അത് ഈ ടൂറിസ്റ്റുകളൊക്കെ നിരവധി അവിടെ എത്തുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, വീടുകൾ, ഇങ്ങനെ ഏതാണ്ട് 25ഓളം കെട്ടിടങ്ങൾ ഒലിച്ചുപോയെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ടും ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ 60ഓളം ആളുകളെ കാണാതായി എന്നൊരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഇതൊരു പ്രാഥമികമായിട്ടുള്ള കണക്ക് മാത്രമാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു തീവ്രത മുൻനിർത്തി നോക്കുമ്പോൾ അത് എത്രത്തോളം, ഒരുപക്ഷെ ആ അപകടത്തിന്റെ ഒരു ആഘാതം അത് ഇനിയും ഉയർന്നേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കൊക്കെയായുള്ള തിരച്ചിൽ അതിപ്പോൾ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനം മറുവശത്ത് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്, ഈ മിന്നൽ സ്ഫോടനം ഉണ്ടാകുന്നത്, ആ മേഖലകളിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഡെറാഡൂൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയടക്കം പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഈ ശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ഇത്തരത്തിലേക്കുള്ള മുന്നറിയിപ്പും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ധരാലി ഗ്രാമത്തിലാണ് ഒരു ഗ്രാമം മൊത്തത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുമ്പോൾ അതിന്റെ ഒരു ആഘാതം അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. കൂടുതൽ ആളുകളടക്കം ആദ്യഘട്ടത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ സന്നാഹങ്ങളടക്കം അവിടെ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60ഓളം ആളുകളെ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായും ലഭ്യമായിരിക്കുന്ന കണക്കുകൾ. ഈ മേഘവിസ്ഫോടനത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, അത് ചില ദൃശ്യങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കുന്ന ഈ ടൂറിസ്റ്റുകൾ അവർ പകർത്തിയ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ മേഖലയിലടക്കം വലിയ ടൂറിസത്തിനൊക്കെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ്. ഇതിനിടയിലാണ് അതിലൊരു ദൃക്സാക്ഷി പറയുന്നത്, നമുക്ക് ദേശീയ മാധ്യമത്തിൽ നൽകിയൊരു പ്രതികരണമാണ്. അതിലൊരു ദൃക്സാക്ഷി പറയുന്നത് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ല. കാരണം അടുത്തുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ പോലും കഴിയാത്ത വേഗതയിൽ ആ വെള്ളം കുത്തിയൊലിച്ചെത്തിയതെന്നുള്ളതാണ്. നിരവധി മരക്കഷ്ണങ്ങൾ, പാറക്കെട്ടുകൾ, വീടുകൾ, ഇങ്ങനെ കെട്ടാവശിഷ്ടങ്ങളൊക്കെ ഒലിച്ചെത്തിയ വെള്ളത്തിൽ ഏതാണ്ട് 60ഓളം ആളുകളെ കാണാതായി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഏതാണെങ്കിലും രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് കാഷ്വാലിറ്റീസോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്കിനി ലഭ്യമാവുകയുള്ളൂ. നിലവിൽ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രദേശമാകം ഈ വെള്ളത്തിൽ ഒലിച്ചുപോയൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. TK.